നമുക്ക് സോഷ്യൽ സയൻസ് സ്റ്റഡി വ്ളോഗ് ആയാലോ? എനിക്കാണെങ്കിൽ കോൾഡ് പിടിച്ചിട്ട് ആകെ കൊള്ളായിരിക്കും കേട്ടോ സൗണ്ടൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇന്നലെ ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ ഈ ആഴ്ച ഫുൾ അത്യാവശ്യം തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ബയോളജിയുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊരു ആവറേജ് ഒക്കെ പോലെയാണ് ഫീൽ ചെയ്തത് കേട്ടോ എക്സാം. ഹിസ്റ്ററിയിലുണ്ടല്ലോ 6 ചാപ്റ്റർ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ചാപ്റ്റർ കേട്ടോ. എത്ര പഠിച്ചിട്ടും എനിക്കങ്ങ് തലയിൽ കയറുന്നില്ല കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഇത് എത്ര പഠിച്ചാലും തലയിൽ കയറില്ല. ബട്ട് വേറെ ചാപ്റ്റേഴ്സൊക്കെ നല്ല സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഇതുപോലത്തെ തിയറി സബ്ജക്ട്സ് കൂടുതലും എഴുതി പഠിക്കുകയും ചെയ്യും, പിന്നെ വായിച്ചും പഠിക്കും കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ നല്ല സിമ്പിളായിരിക്കും എന്നാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇടയായിട്ട് ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് ടൈം വെച്ചൊക്കെയാണ് ഞാൻ പഠിക്കാറ്. അതാകുമ്പോൾ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ അതേപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സമഗ്രയിൽ നോക്കും കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ എളുപ്പമാണ് നമുക്ക് പഠിക്കാനൊക്കെ. പിന്നെ 6 ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററൊക്കെ നോക്കി അത്യാവശ്യം നോട്ട്സൊക്കെ നോക്കി പഠിച്ചു നോക്കും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നത്. 9th സിലബസ് മാറിയുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സമഗ്രയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യമൊക്കെ പഠിക്കാനും പറ്റും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയിന്റ് ആക്കിയൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് ഗീവ് അവേയുടെ കാര്യം പറയാം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും ഗീവ് അവേയുടെ കാര്യം പറയുന്നുണ്ട്. ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും, എന്നാൽ അത് സ്കിപ്പ് ചെയ്തു കേട്ടോ. ഗീവ് അവേയിൽ പങ്കെടുക്കാൻ ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, പിന്നെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ 2 കാര്യങ്ങളും ഫോളോ ചെയ്താൽ നിങ്ങൾക്കായിരിക്കും മിക്കവാറും ഗിഫ്റ്റ് കൂടുതലും കിട്ടാൻ ചാൻസ്. 1K ആകുമ്പോൾ കേട്ടോ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.